കേരളത്തിലുള്ള യുവജനങ്ങളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ഇതിന് പ്രധാന കാരണം നമ്മുടെ നാട്ടിൽ കൃഷിയോ വ്യവസായങ്ങളോ വളരലൊന്നുമില്ല എന്നതാണ് അർത്ഥം. നമ്മുടെ നാട്ടിൽ മുമ്പ് നാണ്യവിളകളല്ലായിരുന്നു, സാധാരണ വിളകൾ തന്നെയായിരുന്നു. പിന്നീട് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശമനുസരിച്ച് നമ്മൾ കേരളത്തിൽ നാണ്യവിളകൾ കൃഷി ചെയ്യാനായിട്ട് സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നാണ്യവിളകൾ ചെയ്ത് മറ്റുള്ള സ്ഥലങ്ങളിൽ മറ്റുള്ള വിളകൾ ചെയ്ത് ബാലൻസ് ചെയ്ത് പോകുക എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു മുന്നേ കേന്ദ്ര സർക്കാരിന്. അതുകൊണ്ടാണ് മറ്റേ പലവ്യഞ്ജനങ്ങളും പിന്നെ ഈ മസാലപ്പൊടികൾ, അതുപോലെ സുഗന്ധവ്യഞ്ജനങ്ങൾ, അതുപോലെ അടയ്ക്ക, നാളികേരം, അങ്ങനെ കുരുമുളക്, അങ്ങനെ നിരവധി നാണ്യവിളകൾ കേരളത്തിൽ വരാനായിട്ട് കാരണം. പക്ഷേ ഇപ്പോഴത്തെ പല ഗവൺമെൻറ്റുകളും അത് തെറ്റിക്കുകയാണ്. കേരളത്തിലെ കർഷകർക്ക് മതിയായ പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു തെങ്ങ് കയറ്റത്തിന് ചുരുങ്ങിയത് ഒരു തെങ്ങുള്ള ആൾക്കാർക്കൊക്കെ 50 രൂപ കൊടുക്കേണ്ട സ്ഥിതിയാണ്. പിന്നെ അത് പൊളിക്കാനുള്ള ചാർജ്, അത് കൊടുത്താലേ 35 റുപ്യ കിട്ടുമെന്നുള്ള ഇപ്പോൾ സംശയം. ഒരു കിലോ എന്ന് പറഞ്ഞാൽ 3 നാളികേരം. അതിന് മാത്രം നാളികേരമൊന്നും ഒരു തെങ്ങൊന്നും കിട്ടുന്നില്ല. വളത്തിന് കൂറ്റൻ തുക. അതുപോലെ തന്നെയാണ് അടയ്ക്കയുടെ സ്ഥിതി. അതുപോലെ കുരുമുളകാവട്ടെ, ഏത് സാധനം ആവട്ടെ, മറ്റേ ഗ്രാമ്പു, ഏലം, അങ്ങനത്തെ പലവ്യഞ്ജനങ്ങളായിക്കോട്ടെ, മസാലപ്പൊടികളാവട്ടെ, എല്ലാറ്റിനും കോസ്റ്റ് കൂടുതലാണ്. പക്ഷേ കിട്ടുമ്പോഴോ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായി കടകളിൽ കൊണ്ടെടുത്ത് കഴിഞ്ഞാൽ കടക്കാർ പറയണ വേണ്ട, ഇത് ഇഷ്ടപ്രകാരമുണ്ട്. അപ്പോൾ ഈ കർഷകന് അത് ഉപജീവനമാർഗമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതാണ് ഒരു കാരണം. അതിനായിട്ട് സർക്കാർ വളരെ ശ്രദ്ധിക്കണം. കർഷകന് എന്തെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കി കൊടുക്കാവുന്ന സംവിധാനം വിവിധ സർക്കാരുകൾ ഉണ്ടാക്കണം, ചെയ്യണം. അപ്പോൾ പലരും ചോദിക്കുന്നത് എന്താണ്, ക്രിസ്ത്യാനികളാണല്ലോ കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ കൊണ്ട്. ഈ കൃഷികളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ക്രിസ്ത്യാനികൾ തന്നെയായിരുന്നു. ക്രിസ്ത്യാനികളുടെ കയ്യിലായിരുന്നു പലതരത്തിലുള്ള കൃഷി ഭൂമികളും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ കൃഷി ചെയ്തിട്ടായിരുന്നു പല ക്രിസ്ത്യാനികളും ജീവിച്ചു വന്നത്. ഇപ്പോൾ അതിന് കഴിയാത്ത അവസ്ഥയായി. ഇപ്പോൾ റബ്ബറിനൊക്കെ അങ്ങോട്ട് കയ്യിൽ നിന്ന് കാശെടുത്ത് അങ്ങോട്ട് കൊടുത്തിട്ട് റെഡിയാക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനൊരു അവസ്ഥ കർഷകന് വന്നത് വളരെ തെറ്റായ പ്രവണതയുടെ അടിസ്ഥാനത്തിലാണ്. ഗവൺമെൻറ്റുകൾ ഇതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമതായിട്ടുള്ളത് വ്യവസായ മേഖലയാണ്. ഒരു ആൾക്ക് സ്റ്റാർട്ടപ്പ് പോലും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ കേരളത്തിലുള്ളത്. എനിക്ക് മുമ്പൊരു പദ്ധതി ഉണ്ടായിരുന്നു, സ്റ്റാർട്ടപ്പായിട്ട് ഇലക്ട്രോണിക് ചോക്ക് നിർമ്മാണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ലൈസൻസ് കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. സാധാരണ വ്യാവസായിക ലൈസൻസ് പ്രകാരം 6 വർഷത്തേക്ക് ടാക്സ് അളവുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങുക. പക്ഷേ ഈ ടാക്സ് അളവ് അവരവരുടെ പഞ്ചായത്തിൽ മാത്രമേ ഉള്ളൂ. വേറെ സ്ഥലത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെൻറ് സെയിൽസ് ടാക്സിൻ്റെ അംഗീകാരം വേണം. അപ്പോൾ എന്നാലേ അത് മറ്റുള്ള സ്ഥലത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബില്ലും കാര്യങ്ങളും വേണം. അങ്ങനെ സംഭവങ്ങളുണ്ട്. അതുപോലെ നമ്മൾ വിലക്കുറവിന് സാധനങ്ങളൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റുള്ള സംസ്ഥാനത്തു നിന്ന് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടി വരും. അതിന് കേരള ഗവൺമെൻറ് സെയിൽസ് ടാക്സിൻ്റെ KGST എടുത്തുകൊണ്ട് കാര്യമില്ല, CST വേണം. CST ഉണ്ടെങ്കിൽ കൊൽക്കത്ത പോലുള്ള, അതുപോലെ കോയമ്പത്തൂർ പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് സാധനങ്ങൾ ഇറക്കി വിലക്കുറവിന് സാധനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് വാറ്റ് വന്നു കഴിഞ്ഞാൽ ഒറ്റ ടാക്സാവും, അതിർത്തിയിലെല്ലാം ഒറ്റ ടാക്സാവും എന്ന് പറഞ്ഞിട്ടാണ് വാറ്റ് തുടങ്ങിയത്. എന്നാൽ വാറ്റ് ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ടാക്സിൻ്റെ കൂടെ വാറ്റും ചേർന്നു എന്നല്ലാണ്ട് വേറെ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് വളരെ പ്രയാസമാണ് ഈ സ്റ്റാർട്ടപ്പ് നടത്തുന്ന ഈ യുവാക്കന്മാർക്ക്. ഒരു സ്ഥാപനം നടക്കാൻ പറ്റാത്ത അവസ്ഥയിൽ.
വ്യവസായ വകുപ്പ് 5 വർഷത്തേക്കാണ് സ്റ്റാർട്ടപ്പിനായിട്ട് ലൈസൻസ് വേണ്ട എന്ന രീതിയിൽ പുതിയ വ്യവസായത്തിന് അനുമതി കൊടുക്കുന്നത്. ഈ അനുമതി ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും വെക്കാവുന്നതാണ്. പക്ഷേ ഇതുണ്ടാക്കിയ ആളിനെ ഉദ്യോഗസ്ഥന്മാർ ശല്യം ചെയ്യുന്നില്ല. ഇത് വിൽക്കുന്ന ആൾക്കാരനെ ശല്യം ചെയ്യണം. എവിടെ ലൈസൻസ്, എവിടെ ബില്ല്, എവിടെ മറ്റേത്. ഈ ഉദ്യോഗസ്ഥന്മാരെ കുറച്ച് ലിബറലായിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യവസായ വകുപ്പ് കൊടുത്തിട്ടുള്ള അനുമതിയുള്ള വസ്തുക്കൾ പിടിച്ചെടുത്ത് അവരെ ശല്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നും ചിന്തിക്കുന്നതാണ്. ഗവൺമെൻറ്റും ഇത്തരത്തിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥരെക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. പല സ്റ്റാർട്ടപ്പുകളും അങ്ങനെ ഉദ്യോഗസ്ഥരുടെ പിടിവാശി മൂലം നശിച്ചു പോകുന്ന അവസ്ഥയാണുള്ളത്. ഒരാൾക്കൊന്നും തുടങ്ങാൻ പറ്റാത്ത അവസ്ഥ. സർക്കാർ ഇതിന് ഒരു ശാശ്വത പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. പലരും തന്നെ പണം ഉണ്ടാക്കാനാണ് വിദേശത്തേക്ക് പോകുന്നത്. അവിടുത്തെ ചിലവും ടാക്സും ഒക്കെ കഴിഞ്ഞ് നാട്ടിൽ കിട്ടുന്ന അത്ര ശമ്പളത്തിൻ്റെ അത്ര തന്നെ വരുന്നുള്ളൂ എന്ന് മാത്രം. ആരും കരുതി കൂട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നില്ല. കേരളത്തിൽ അതിനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പോകുന്നു എന്ന് മാത്രം.